EOS R50V വേഴ്സസ് ZV E10 നമ്മളുടെ കമ്പാരിസൻ്റെ രണ്ടാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെയാണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഇന്നലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. പോകെ ശരിയാവുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് വീണ്ടും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇന്നലെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് അബദ്ധങ്ങൾ പറ്റി. ആ അബദ്ധങ്ങളും കൂടെ നിങ്ങളിത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ക്യാമിൽ 6K വീഡിയോ റെക്കോർഡിംഗ് ഇൻബിൽട്ടായിട്ടില്ല. അത് ഞാൻ ഇന്നലെ അറിയാണ്ട് പറഞ്ഞു പോയി, അതിന് സോറി. അതുപോലെ തന്നെ 3.5 ഓപ്പണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് 4 to 6.3 ആണ് ഓപ്പണിംഗ് വരുന്നത്. 1430 ലെൻസാണ്. മറ്റേ നമ്മുടെ ZV E10 വരുമ്പോഴത്തേക്കും 1650 ആണ് ലെൻസ്. ആക്ച്വലി ആ ലെൻസും ഈ ലെൻസും വലിയ എന്താ പറയുക, വലിയ ക്വാളിറ്റിയുള്ള ലെൻസൊന്നും അല്ല. പക്ഷേ ക്യാം ബേസിൽ നോക്കുമ്പോഴത്തേക്കും, സൈസ് വൈസ് നോക്കുമ്പോൾ ഇത് കുറച്ച് സൈസ് കൂടുതലാണെങ്കിലും അത്രയും വെയിറ്റ് ഇല്ല. ZV E10 കുറച്ചുകൂടെ ഒരു ശകലവും കൂടെ കുറവാണെന്ന് തന്നെ പറയാം. ആൻഡ് ഇതിലേക്ക് നമുക്ക് വരാം. ZV E10 വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. ആക്ച്വലി ഇതിൻ്റെ 4K റെക്കോർഡിങ്, പക്ക 4K റെക്കോർഡിംഗ് ഉള്ളൊരു ക്യാമറയാണ്. നമുക്ക് 30 FPS വരെ നല്ല കിട്ടിലൻ 4K ഔട്ട് നമുക്ക് തരുന്ന ഒരു ക്യാമറയാണ്. പക്ഷേ 4K 60 പോകുമ്പോൾ ഇത് വീണ്ടും ക്രോപ്പ് ആവും. ആൾറെഡി 24.4 MB ക്രോപ്ഡ് സെൻസറാണ് നമ്മുടെ ഈ ക്യാമറയിൽ വരുന്നത്. അതിൻ്റെ കൂടൊപ്പം പിന്നെയും ക്രോപ്പ് ആവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു, അതുപോലെ തന്നെ ലൈറ്റ് അബ്സോർപ്ഷനും ഭയങ്കര കുറവാണ്. ബ്ലർ ബൊക്കെ ആവുന്നതും ഭയങ്കരമായ രീതിയിൽ കുറവാണ്. പിന്നെ പറയാനുള്ളത്, ഇതിനകത്ത് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വരുന്നില്ല. അതൊരു പോരായ്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി പോരായ്മയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡറിൻ്റെ ആവശ്യം വീഡിയോ ക്യാമറകളിൽ ശരിക്കും പറഞ്ഞാൽ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനൊരു നമ്മുടെ ZV E10 ഇല്ല, FX3 FX5 അങ്ങനെയുള്ള ഒരു ക്യാമറയ്ക്കും വീഡിയോ ക്യാമറകൾക്കൊന്നും ഈ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വരുന്നില്ല. പിന്നുള്ളൊരു പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ്, അതും ഇതിന് കൊടുത്തിട്ടില്ല. കാരണം ഇത് V സീരീസ് ആണ്. ഈ V സീരീസ് എന്ന് പറയുന്നത് തന്നെ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ക്യാമറയാണ്. പിന്നെ ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഇവിടെ ഒരു റെക്കോർഡ് ബട്ടൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ആ റെക്കോർഡ് ബട്ടൺ ഞാൻ ഇന്നലെ ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല. നമ്മളിങ്ങനൊരു വീഡിയോ എടുക്കുന്നു. നമ്മൾ ലെഫ്റ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റൈറ്റ് ഹാൻഡർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ഫോണിൽ സെൽഫി എടുക്കുന്നത് പോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതൊരു ഭയങ്കരമായൊരു ബെനിഫിറ്റാണ് ഈ ക്യാമറയെ സംബന്ധിച്ച്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. ഡിസ്പ്ലേ സൈസ് ZV E10 കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ സൈസ് കൂടുതലാണ്. ശരിക്കും ഒരു ചെറിയ വ്യത്യാസം ഉള്ളെങ്കിലും അതൊരു സൈസ് കൂടുതലാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി ഞാൻ ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ മാനുവൽ മോഡാണ്. മാനുവൽ മോഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഔട്ട് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നമുക്കിപ്പോൾ പെട്ടെന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ അപ്ലോഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യാതെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗ്രേഡ് ചെയ്യാതെ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാമിലെടുക്കുന്ന ഔട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. പക്ഷേ എപ്പോഴും സോണി തന്നെയാണ്, അത് ഞാൻ പറയുന്നുണ്ട്, അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ കിട്ടുന്നത് ലോഗ് 2, ഇതിനകത്തും ലോഗ് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിലും ലോഗ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ വരുന്ന ലെൻസിൻ്റെ വെയിറ്റ്, പുതിയ ലെൻസിനൊക്കെ അത്യാവശ്യം ചീപ്പർ ലെൻസാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ലെൻസിന് വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിൻ്റെ ഡയലർ ശ്രദ്ധിച്ചോ? ഈ ഡയലർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഡയലർ നോക്കിയാൽ അറിയാം. ഇതിൽ ക്യാമറ, അതായത് നമ്മുടെ ഫോട്ടോ മോഡ്, ഒറ്റ മോഡേ ഫോട്ടോയ്ക്കുള്ളൂ, ബാക്കിയെല്ലാം വീഡിയോ മോഡ്സാണ്. സോ അതിനർത്ഥം ഇതേ ഉള്ളൂ, ഇതൊരു വീഡിയോ ക്യാമാണ്, വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ളൊരു ക്യാമറയാണ്. ഫോട്ടോയ്ക്കും അത്ര ക്വാളിറ്റി കുറവൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിനും കിട്ടുന്നുണ്ട്. ആക്ച്വലി 6K വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറഞ്ഞത് ഇന്നലെ ഫിജിഫിലിമിൻ്റെ XT50 എന്ന് പറഞ്ഞ മോഡലിനാണ്. അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ അത് വിട്ടേക്കുക. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ 2 ക്യാംസ്, ഒന്ന് ZV E10, പിന്നെ രണ്ടാമത്തത് EOS R50V. ഈ 2 ക്യാമും ആണ് വരുന്നത്. അതിൻ്റെ കമ്പാരിസണിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളുടെ ZV E10 വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.